മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ഫെബ്രുവരി 15-ന് ഭ്രമയുഗം ഇറങ്ങാൻ പോവുകയാണ്. ഭ്രമയുഗം ഇപ്പോൾ തന്നെ അതിഗംഭീരമായിട്ടുള്ള പ്രശംസ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ലുക്ക് അതിൻ്റെ ഇറങ്ങുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ജനങ്ങളിലേക്ക് അത്രത്തോളം കയറുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു സിനിമ ഒരു തട്ടിപ്പൊളിപ്പിൻ സിനിമയാണെന്നോ അല്ലെങ്കിൽ വലിയ രീതിയിൽ കളക്ട് ചെയ്യുന്ന സിനിമയാണെന്നോ എന്നൊന്നും. ഇവിടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ചെല്ലുന്ന ഒറ്റ കാര്യം തന്നെയാണ് മമ്മൂട്ടിയുടെ പെർഫോമൻസ് കൊണ്ട് നമ്മൾ കണ്ണ് തള്ളിപ്പോകുമെന്നുള്ളത്. അത് കാണാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ഈ സിനിമ കാത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് ഭ്രമയുഗത്തിൻ്റെ മാത്രം കാര്യങ്ങളല്ല. ഭ്രമയുഗത്തിന് ചുറ്റും ശത്രുക്കളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. ശത്രുക്കൾ എന്ന് വെറുതെ പറഞ്ഞുള്ളൂ. ഭ്രമയുഗത്തിന് ഒപ്പം ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം കൂടുന്നു എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഫെബ്രുവരി 9-ന് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള സിനിമ വരുന്നു എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ അതിൻ്റെ റിലീസ് മാറ്റുമെന്നുള്ളതാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ സിനിമ ഇറങ്ങി, അതായത് ഭ്രമയുഗം ഇറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകും. അതായത് 22-ാം തീയതി അല്ലെങ്കിൽ 29-ാം തീയതിക്ക് ഇത് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഈ ഒരു സിനിമയുടെ ലോങ് റണ്ണിനെ അത് എത്രത്തോളം ബാധിക്കുമെന്ന് കാണണം. രണ്ടാമത് ഫെബ്രുവരി 15-ന് മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിയുടെ സിനിമയാണ് വരാനുള്ളത്. ഫെബ്രുവരി 16-ന് ഏറ്റവും മികച്ചു നിൽക്കുന്ന സിനിമ ആണ് മഞ്ഞുമ്മൽ ബോയ്സ് വലിയ രീതിയിൽ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ്. നമുക്കറിയാം, രോമാഞ്ചം എന്ന സിനിമയ്ക്ക് ശേഷം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അതിഗംഭീരമായിട്ട് പ്രതീക്ഷകളുള്ള സിനിമ തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അതിൻ്റെ ഒപ്പം തന്നെ ഫെബ്രുവരി 16-ന് തുണ്ട് എന്ന സിനിമ ബിജു മേനോൻ്റെ ഇറങ്ങുന്നു. അതും വലിയ പ്രതീക്ഷ തന്നെയാണ്. പിന്നീട് ഉള്ളത് നമുക്ക് തങ്കമണിയാണ്, ദിലീപിൻ്റെ പടം, ഫെബ്രുവരി 22. ഇത്രത്തോളം സിനിമകളാണ് ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് ചുറ്റും നിൽക്കുന്നത്. അതായത് മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരുടെയും മികച്ച സിനിമകൾ. നമുക്കറിയാം, അതിനു മുമ്പ് മലൈക്കോട്ടെ വാലിബനും ഈ ഒരു സിനിമയ്ക്ക് തൊട്ട് മുമ്പ് ഇറങ്ങിയിരുന്നു. ഏകദേശം 10-20 ദിവസം ഗ്യാപ്പാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് കാണാം ചുറ്റപ്പെട്ടിരിക്കുന്നത് വമ്പൻ സിനിമകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ മമ്മൂട്ടി സിനിമയായ ഭ്രമയുഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ആരും പ്രതീക്ഷിക്കുന്ന തട്ടുപൊളിപ്പിനോ അതിഭീകരമൊന്നുമല്ല. ഇവിടെ ഭീകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കൊടൂര പെർഫോമൻസ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിൽ വരുന്ന സിനിമ കാണാൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. 250ഓളം സ്ക്രീനുകളിലാണ് സിനിമ വരുന്നതെന്നാണ് അറിയുന്നത്. എത്രത്തോളം ബാക്കി തിയേറ്ററുകളിലേക്ക് കയറുമെന്നുള്ളത് നമുക്കറിയാം. എന്താണ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഇത്ര സിനിമകൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് തുറന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, ഒരു സിനിമ നമ്മളിപ്പോൾ സ്ഥിരമായി കാണുന്നത്, ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറേ സിനിമകൾ ഇറക്കും. അതിനിടയിൽ പിന്നെ ഒരു സിനിമയും ഉണ്ടാവില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 26 അല്ലെങ്കിൽ 26-ന് മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങി. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം ഈ സിറ്റുവേഷൻ വേറെ ഒരു സിനിമയും ഇല്ലാതിരിക്കുന്നതാണ്. ശരിക്കും ഈ ഫെബ്രുവരി 1 തൊട്ട് അല്ലെങ്കിൽ ഫെബ്രുവരി 1-ന് ഏതെങ്കിലും ഒരു സിനിമ ഇറക്കുകയാണെങ്കിൽ അവർക്ക് 15 ദിവസത്തെ ഗ്യാപ്പാണ് കിട്ടുന്നത്. അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തേക്ക് കൊണ്ടുവന്ന് കുറേ സിനിമകൾ ഇറക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളെ അത്ര നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകില്ല. ഓരോ സിനിമയ്ക്കും ഇടിവുണ്ടാകും എന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, ഏതെങ്കിലുമൊക്കെ ഒരു സിനിമ കയറിപ്പോയി എന്നാൽ പോലും അതിനും ഇടിവായിരിക്കും. വേറെ ഒന്നുമല്ല, ഇത്ര സിനിമകൾ ഒരുമിച്ച് കാണാൻ ആളുകളുടെ കയ്യിൽ കാശ് വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്. എല്ലാ സിനിമയും മികച്ചതാണെങ്കിൽ എല്ലാവരും കാണുമായിരിക്കാം. പക്ഷേ അത് ഒരുമിച്ച് കാണണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കില്ല. ഒരു സിനിമയ്ക്ക് 150 കൂട്ടിക്കഴിഞ്ഞാൽ 6 സിനിമ കാണുമ്പോൾ എത്രയാകും? അങ്ങനെ ഒരു മോഹം. എല്ലാ സിനിമയും നല്ലതാണെങ്കിൽ എല്ലാ സിനിമയും നല്ലതാകട്ടെ. കാരണം കുറച്ച് നാളുകളായി മലയാളത്തിൽ നല്ല സിനിമകൾ വന്നിട്ട് എന്നുള്ളത്. എന്തായാലും ഓരോ സിനിമയും ഗംഭീരമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഒപ്പം ഭ്രമയുഗം അതിഗംഭീരമാകും എന്നുള്ളത് മറ്റൊരു വിശ്വാസം. നമ്മളുടെ വീഡിയോയുടെ ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.